കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. അവിടെ പ്രസിഡന്റ് മെമ്പർമാരെല്ലാം നിൽക്കുന്നുണ്ട്. ഏറ്റവും മനോഹരമായ വള്ളം അത് എത്ര പെട്ടെന്ന് ആദ്യം ആരുണ്ടാക്കി തരുന്നു. പക്ഷേ പ്രത്യേകിച്ച് എണ്ണ വെള്ളം തെച്ചിട്ടാണ് ഇതുപോലെ. LDF ആണ് നല്ലത് കേരളം ഭരിക്കാൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അയർക്കുന്നത്തിന്റെ കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എപ്പിസോഡ് 3 നമ്മൾ കടന്നിരിക്കുകയാണ്. അയർക്കുന്നത്തിന്റെ ഏറ്റവും ഇവിടെ കവലയാണ്, ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ കുരിശുപള്ളി. ഗീവർ സുനിയാളച്ചൻ ഇത് കുരിശുപള്ളി. അപ്പം നമ്മൾ യാത്രകൾ തുടരുമ്പോൾ കുസൃതി ചോദ്യങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഉണ്ട്. ഈ സമ്മാനങ്ങൾ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത് അയർക്കുന്നത്തെ സിദ്ദീസ് ഗോൾഡാണ്. സിദ്ദീസ് ഗോൾഡിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഓൾ കേരള ലെവലിൽ, അതായത് ആരുടെ സ്വർണം ഏത് ബാങ്കിൽ പണയം ഇരിക്കുന്നതും അല്ലാത്തതുമായതും എവിടെ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന വിലയിൽ നമ്മൾക്കത് എടുക്കുവാൻ സിദ്ദീസ് ഗോൾഡ് അയർക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതും പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി. ഏകദേശം കുറച്ച് കാലഘട്ടം, അത് 12 വർഷക്കാലമായിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അത് സിദ്ദീസ് ഗോൾഡിന്റെ വിജയമാണ്. അപ്പോൾ സിദ്ദീസ് ഗോൾഡുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മൾ വീഡിയോയുടെ താഴെ കാണിക്കുന്നതാണ്. ഇന്നത്തെ യാത്രയിലും നിങ്ങളെ 2 കിടിലൻ ഷോപ്പുകൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ കാഴ്ചകൾ കാണാൻ റെഡിയല്ലേ? അപ്പൊ കൂട്ടുകാരെ, നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലെ കാഴ്ചകളും വിശേഷങ്ങളും തിരക്കുകളും കാര്യങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തിരക്കാണ്. കാരണം ഈ സമയമായതുകൊണ്ടാണ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ സമയമായതുകൊണ്ടാണ് ഇതുപോലെ തിരക്ക്. അല്ലെങ്കിലും തിരക്കാണ്. നമ്മൾ ടൗൺ വഴി എല്ലാം കറങ്ങി കണ്ടതല്ലേ, ഫുൾ തിരക്കാണ്. ചേട്ടാ നമസ്കാരം, എന്നോട് വിശേഷമൊക്കെ? എന്നാ പേര്? എടുത്തു സാബു, അയർക്കുന്നക്കാരനാണ്. ഈ അയർക്കുന്നത്തെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് 2 വാക്കുകൾ പറയാം. അയർക്കുന്ന എങ്ങനെ ഉണ്ട്? അയർക്കുന്നം അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ഒരു പഞ്ചായത്താണ്, കുഴപ്പമില്ല. ഇപ്പൊ UDF ആണ് ഭരിക്കുന്നത്. UDFന്റെ സ്ഥിരം ഒരു മണ്ഡലമാണ്. പക്ഷെ LDF ആണ് നല്ലത് കേരളം ഭരിക്കാൻ. അമ്മയുടെ പേരെന്തുവാ? മല്ലിക. മല്ലിക 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 അമ്മ ഈ അയർക്കുന്നകാരിയല്ലേ? ഞാനവിടെ കടല വിൽക്കുന്ന ആളതെ ആ മാടത്തെ. അങ്ങോട്ട് പോവാണോ? മാടം ഇത് അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മുടെ അയർക്കുന്നത്തെ കുറിച്ച് ഒരു 2 വാക്ക്. നല്ല ഒരു സിറ്റിയാണ്, കുഴപ്പമില്ല. എല്ലാരും നല്ല മനുഷ്യരാണ്, ആർക്കും ഒരു കുഴപ്പമില്ല. നല്ല ഒരു ഏരിയ ആണ്. ഇത് നമ്മുടെ ചങ്കുകളെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. എന്തുവാ മക്കളെ പേര്? ദിലൻ. ദിലൻ ദിലൻ ദിലൻ. കിടക്കാച്ചി പേര്. അയർക്കുന്നക്കാരനാണോ? ഓക്കെ, നമ്മുടെ അയർക്കുന്നത്തെ കുറിച്ച് 2 വൈബ് പറഞ്ഞു. അയർക്കുന്ന അടിപൊളിയാണ്. പിന്നെ 9 മണിയാകുമ്പോ ഇവിടുത്തെ ആൾക്കാരൊക്കെ പോവും. ഇവിടെ നല്ല ആൾക്കാരൊക്കെ. നല്ല ആൾക്കാർ. എവിടെ പഠിക്കുവാണോ? അല്ല, ഞാൻ ഇപ്പം ഐറ്റിയല്ലേ പഠിക്കുന്നത്. ഐറ്റിയല്ലേ പഠിക്കുവോ? പള്ളിക്കത്തോണോ? അല്ലല്ല, ഏറ്റുമാനൂർ പഠിക്കുവാണ്. അപ്പം അയർക്കുന്ന വൈബ് എന്ന് പറഞ്ഞു. അയർക്കുന്ന വൈബാ അടിപൊളി. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചതിന്റെ മുടിയാ. ഈ മുടിയുടെ രഹസ്യം എന്ന് പറയുന്നത് അയർക്കുന്നതിന്റെ വലിയ പ്രത്യേകതയാണ്. ഇവിടുത്തെ പ്രത്യേകിച്ച് എണ്ണ വെള്ളം തെച്ചിട്ടാണ് ഇതുപോലെ. അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തോ പേര്? ആദിത്ത്. ആദിത്യ. ആദിത്ത്. ആദിത്ത്. ആദിത്യ എങ്ങനെയുണ്ട് അയർക്കൊന്നും പറഞ്ഞേ? അടിപൊളിയാ, സൂപ്പറാ. സൂപ്പറാ. അടിപൊളിയല്ലേ? ക്യാമറാമാൻ ഇങ്ങോട്ട് വരൂ. നിക്കടാ. അപ്പൊ അമ്മച്ചി, എന്നോണ്ട് വിശേഷമൊക്കെ? എവിടെ പോവാ? ആശുപത്രി പോയച്ച് വരുന്ന. എന്നാ പറ്റി? രോഗങ്ങളെ ഉള്ളു ഞങ്ങളുടെ വീടുകളിൽ മുഴുവൻ രോഗമാണ്. രോഗികളെ മുഴുവൻ കിടക്കുക. ഞാൻ രാവിലെ ഇറങ്ങിയതാ മരുന്നിനാ. മരുന്ന് മാത്രം മേടിച്ചിട്ട് ഇത്ര സമയം വരുന്നത്. സാരമില്ല, അസുഖങ്ങളൊക്കെ ദൈവം മാറ്റി കേട്ടോ. 2 കൂട്ടുകാരെ, നമ്മുടെ 2 അനിയന്മാരെ കിട്ടിയിട്ടുണ്ട്. പേര് പറഞ്ഞേ? നൈവിൻ. 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 നോയൽ. നോയൽ. അയർക്കുന്നക്കാരാണ്. അപ്പം അയർക്കുന്നതിനെ കുറിച്ച് 2 കാര്യങ്ങൾ പറഞ്ഞു. നല്ല വൈബുള്ള 2 കാര്യങ്ങൾ. നല്ല സ്ഥലം. കണ്ടത് ചേച്ചാ നല്ല സ്ഥലം. കണ്ടത് ചേച്ചാ നല്ല സ്ഥലം. ഏറ്റവും നല്ല സ്ഥലം. നമ്മുടെ സ്വന്തം സ്ഥലം. നല്ല മനുഷ്യര്. നല്ല മനുഷ്യര്. എല്ലാവരും നല്ല മനുഷ്യരാണ്. പിന്നെ അത്യാവശ്യം നല്ല വൈബാണ് ഇവിടെ. എല്ലാം അടിപൊളി. എല്ലാം അടിപൊളി. അയർക്കുന്നതിന്റെ മനസ്സും മണ്ണ് പറഞ്ഞ ഒരു ചേട്ടായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ പേര്? ചാക്കോ. ചാക്കോ. കഴി ചാക്കാണോ? അല്ലല്ല, കൂടാ. ഓക്കെ, എന്നിരുന്നാലും ചാക്കോച്ച, നമ്മുടെ അയർക്കുന്നത്തെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു. അയർക്കുന്നം നല്ല സ്ഥലം, നല്ല ഏരിയ. ജനിച്ച നമ്മൾ നോക്കാം. അയർക്കുന്നതാ. അയർക്കുന്നതിന് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പ്രത്യേകത പറയാമോ? ഇപ്പം എന്നാ പറയാനുള്ള? എല്ലാം പ്രത്യേകതകളാ. നല്ല വികസനങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതെ, നമുക്ക് മറ്റൊരു ചേട്ടായി കിട്ടിയിട്ടുണ്ട്. പരിചയപ്പെടാം. ചേട്ടായി, എന്തുവാ പേര്? എന്റെ പേര് ബിജു എന്നാണ്. അയർക്കുന്നക്കാരനാണ്. ഇപ്പൊ അയർക്കുന്നത്ത് ഒരു 20 വർഷമായിട്ട് അയർക്കുന്നത്ത്. എന്റെ യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ കുട്ടനാട് രാമങ്കരി എന്നൊക്കെ പറയും. അറിയാം.
അവിടെയായിരുന്നു. പക്ഷെ ഞാൻ അവിടുന്ന് ഇവിടെ വന്നിട്ട് ഈ സ്ഥലം എനിക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് അവിടെ വീട് ഇവിടുന്ന് സ്ഥലം എല്ലാം ഉണ്ട്. പോകാൻ തോന്നത്തില്ല. അതാണ് ആ, അതെ. അയർക്കുന്നത്ത് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകാൻ തോന്നില്ല. എന്നാ ഉണ്ടോ? ഒന്നുമില്ല. എന്നാ അമ്മാവന്റെ പേര്? എന്റെ പേര് മുരളീധരൻ. മുരളീധരൻ അയർക്കുന്നത്ത് ജനിച്ചു വളർന്ന ആളാണ്. ഇവിടെ എത്ര വർഷമായി കട നടക്കുന്നു? ഇവിടെ ഇപ്പം അനിയന്റെ കടയാ, എന്റെ കടയല്ല. എന്നിരുന്നാലും ഇവിടെ ഒരു 10-15 വർഷമായി. ഇറക്കുന്ന തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ കച്ചവടമൊക്കെ പോണു, കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാരെ, നമ്മൾ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. വാ കാണിക്കാം. ഭയങ്കര തിരക്കാ. ഈ സമയമാവേണ്ടാണ്. നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഒരുപാട് വണ്ടി തിരക്കുണ്ട്. വണ്ടി കാര്യങ്ങളൊക്കെ നോക്കി ക്രോസ് ചെയ്യാം. ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, മുമ്പേ പറഞ്ഞല്ലോ, ഒരുപാട് കടയും കാര്യങ്ങളും ഉണ്ട്. എല്ലായിടത്തും നല്ല തിരക്കാ. സത്യം പറഞ്ഞാൽ വിശന്ന് ഊപ്പാട് വന്നിരിക്കാം. വായോ. അപ്പൊ കൂട്ടുകാരെ, എനിക്ക് പെട്ടെന്ന് പഴയ ഒരു പരസ്യമാണ് എന്തോന്ന് അറിയില്ല, പെട്ടെന്നൊരു പാട്ട് ഓർമ്മ വന്നു. വിശക്കുന്നല്ലോ വിശക്കുന്നല്ലോ, ഭക്ഷണം തായോ ഭക്ഷണം തായോ. ഇതുപോലൊരു സിനിമയ്ക്ക് അത് നെടുപടി മേടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊന്നും കിട്ടിയില്ല, ഇവിടെയൊന്നും കിട്ടിയില്ല. പക്ഷേ ഇവിടെ എല്ലാം കിട്ടും. അയർക്കുന്നത്ത് നമ്മൾ വിശന്ന് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഇലയിൽ സദ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേക ഒരു ഗുണമുണ്ട്, മണമുണ്ട്. ഇലയിൽ സദ്യ മാത്രമല്ല, കുഴിമന്തിയുണ്ട്, ബിരിയാണിയുണ്ട്, അൽഫാമുണ്ട്. ഇവിടെ കിട്ടാത്ത സാധനം ഒന്നുമില്ല. അപ്പം അയർക്കുന്നത്ത് പുതിയതായിട്ട് തുടങ്ങിയ ഏജീസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ഹോട്ടലിൽ ഇത് കേട്ടോ, കേജീസ്. വാ, നമുക്ക് അവിടുത്തെ കുഴിമന്തി, ഇലയിലൂണ്, ഷവർമ, ദം ബിരിയാണി, അൽഫാം, ബാർബിക്യൂ, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ എന്ന് വേണ്ട സകല ഐറ്റം ഉണ്ട്. വാ, അതോട് വാ. വിശന്ന് ഊപ്പാട് വന്നിരിക്കും. വാ, ഫുഡ് കഴിക്കാൻ വന്നു. അമ്മയുടെ പേരെന്തുവാ? പെണ്ണമ്മ. 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 അമ്മയുടെ പേര്? ലവ്ലി. ലവ്ലി. എന്റെ പേര് കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ. എന്നിട്ട് വലിയ മോനാണല്ലോ. ഓക്കെ, ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നു. ഇവിടെ വരാനുള്ള കാരണം എന്നാ? നല്ല ഫുഡ് ആയതുകൊണ്ട്. ഇന്നലെ വന്നു, ഇന്നും വന്നു. അപ്പൊ വീട്ടിൽ ഫുഡൊന്നും വെക്കാറില്ലേ? വേണ്ട. കേജീസ് ഉള്ളപ്പോ എന്തിനു വീട്ടിൽ ഫുഡ് വെക്കുന്നത്? എന്തിനു ഫുഡ് വെക്കുന്നത്? പിന്നെ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. അതാണ് മെയിനായിട്ട് വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും, സമാധാനം നമുക്ക് ഇറങ്ങിപ്പോകാം. നമ്മൾ കേജീസ് റെസ്റ്റോറന്റ് അകത്തേക്ക് കയറാൻ പോവാണ്. ബോർഡ് കണ്ടല്ലോ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് കേജീസ്. ബിരിയാണി, അൽഫാം, BBQ, ഷവർമ, ജ്യൂസ് ആൻഡ് ഷേക്ക്, കുഴിമന്തി, ഇലയിലൂടെ, നാടൻ കറികൾ എന്ന് വേണ്ട സകല ഐറ്റം ഇവിടെ കിട്ടും. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പറയാം, നമുക്കകത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച്, കേജീസിനെ കുറിച്ച് നല്ല നല്ല റിവ്യൂ പറയും. കാരണം നല്ല ഫുഡാണ്, നല്ല രുചിയാണ്, നല്ല സൂപ്പറാണെന്ന്. അപ്പോൾ നമുക്ക് നിങ്ങളെ നേരിട്ട് കാണിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമായി പോയിരിക്കും. അത് കണ്ടോ, ഭയങ്കര ടേസ്റ്റ് ആണ് ഇവിടുത്തെ ഫുഡ്. അതുകൊണ്ടാണ് ഇതുപോലെ തിരക്ക്. പല വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇത് അറിഞ്ഞും കേട്ടും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, കേജീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈവായിട്ടാണ് ഇവിടെ ഫുഡ് വെക്കുന്നത്. കാരണം ഒളിച്ചും പാത്തുമൊന്നുമല്ല. ചില ഹോട്ടലിൽ ചെല്ലുമ്പോൾ അകത്തൊക്കെ ആയിരിക്കും, അങ്ങ് ദൂരെ 1 കിലോമീറ്റർ അകത്തൊക്കെ ആയിരിക്കും കിച്ചൺ. പക്ഷെ ഇവിടെ അതല്ല. ഇതുകൊണ്ടോ ലൈവായിട്ടാണ്. ഇത് മീൻവൃത്തമുണ്ട്, ഇവർക്ക് വശക്കത്തെ ഇത് മീൻവൃത്തമുണ്ട്, കറിയുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. കണ്ടോ, എല്ലാം ലൈവായിട്ടാണ്. ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നത്. അത് തന്നെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ ചാറുകറിയുടെ ഒരു വെറൈറ്റി കുറേ സംഭവങ്ങളുണ്ട്. ചക്കക്കുരു, മാങ്ങ, അത് ചെമ്മീൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഇല്ല. ഇതുകൊണ്ടോ, അതൊക്കെ ഇത് നല്ല ക്വാണ്ടിറ്റിയാണ്. കണ്ടോ, ഇത് കാച്ചിയ മോര് കണ്ടോ, സാമ്പാറ്, പച്ചമോര്. പിന്നെ ഇവിടെ നമ്മുടെ ചേട്ടായി. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ഫുഡാണ്. ചേട്ടാ പേര്? എന്റെ പേര് സാബു. സാബു. എന്നിവിടെ വരാറുണ്ടോ? എന്നും വരാറുണ്ട്. ഇല സദ്യ അടിപൊളിയാ? കുഴപ്പമില്ല, നല്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാ? കറിയെല്ലാം നല്ല കറിയാണ്. ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എല്ലാം അടിപൊളിയാ, സൂപ്പറാണോ? എങ്ങനെയുണ്ട്? ബിരിയാണി ഞാൻ ട്രൈ ചെയ്ത് സൂപ്പറായിട്ടുണ്ട്. ഇതിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. വീട്ടിൽ നാടൻ വിഭവങ്ങളുടെ രുചിയെല്ലാം ഉള്ള നല്ല ഭക്ഷണമാണ്. അതെ അല്ലേ? കൂട്ടുകാർ വന്ന സ്ഥിതിക്ക് ഇതെല്ലാം കണ്ടിട്ട് ഒരുപാട് വിശക്കുന്നുണ്ട്. നമുക്ക് കൈ കഴുകിയിട്ട് വന്ന് ഫുഡ് കഴിക്കാം. നമ്മൾ ഒരുമിച്ചാണ് കഴിക്കുന്നത്. അപ്പം കൈ കഴുകി, മുഖം കഴുകി, ഇനി കഴിക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ നമ്മൾ ലേഡീസിനും ജെൻസിനും ഉള്ള ടോയ്ലറ്റ് സൗകര്യം, ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട്. ഇനി കഴിക്കാം. വിശക്കതേ. നമ്മളിനി ഇവിടുത്തെ ഫുഡിന്റെ രുചി അറിയാൻ പോവാണ്. ഇലസദ്യയാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. നമ്മൾ ഒരുമിച്ചാണ് കഴിക്കുന്നത് കേട്ടോ. ഇല പോരട്ടെ. ഇല വന്നു. പപ്പടം കണ്ടണേ. കൂട്ടുകാർ കേട്ടോ, നല്ല ഒന്നാന്തര അവിയലുണ്ട്, ബീൻസ് മെഴുക്ക് പുരട്ടിയുണ്ട്, പച്ചടിയുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്, നല്ല
ചോറുണ്ട്, ഇനി 4 കൂട്ടം ചാറുകറി വരുന്നുണ്ട്. ചക്കക്കുരു മാങ്ങ ചെമ്മീനാണ് അതിനകത്ത് ഹൈലൈറ്റ്. അതാണ് നമ്മുടെ പ്രിയപ്പെട്ടത്. മീൻകറി ഉണ്ട്, ഇനി മീൻ വറുത്തത് വരുന്നുണ്ട്. ഇത് നമ്മുടെ മീൻ വറുത്തത് വന്നു, മത്തി വറുത്തത് കണ്ടോ, നല്ല സവാളയൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആയിട്ടുള്ള മത്തി വറുത്തത്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ചെമ്മീൻ പുളിശ്ശേരി എനിക്കിത് ചെമ്മീൻ ചക്കക്കുരി ചെമ്മീൻ വാങ്ങാം മിക്സായിട്ട് കേട്ടോ, അടിപൊളി. ഇനി ഇച്ചിരി സാമ്പാറും കൂടെ ഒഴിക്കാവോ? ഒരു സാമ്പാറുണ്ട്, ഒഴിച്ചു. അപ്പം നമുക്ക് പതുക്കെ കഴിച്ചു തുടങ്ങിയാലോ? തുടങ്ങാം. കൂട്ടുകാരെ, ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എന്തുകൊണ്ട് ഇവിടെ ഇതുപോലെ തിരക്ക് വരുന്നു. ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ തിരക്കിൻ്റെ കാരണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ KG's റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡ്, ഒരു രക്ഷയില്ല. നമ്മുടെ ഇതിൻ്റെ സാരഥികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടെ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇതാണ്ട് നിൽക്കുന്നത്. സാറിൻ്റെ പേര് ഗിരീഷ്, ചേച്ചിയുടെ പേര് അമ്പിളി. ഇവർ രണ്ടുപേരുമാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി സാറേ? 1 മാസം ആകുന്നു. 1 മാസം ആകുന്നുള്ളൂ. പക്ഷേ നല്ല രുചിയുണ്ട്. നല്ല ഒരു രഹസ്യം പറയാമോ? രഹസ്യം പറയാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. എന്നിരുന്നാലും ചോദിക്കുവാണേ. അപ്പോൾ എന്നിരുന്നാലും ഒരുപാട് സന്തോഷം സാറേ. നല്ല ടേസ്റ്റിയാണ്, നല്ലതാണ്. പിന്നെ ഞാൻ വേറെ കാര്യം, ഇത് എത്ര മണിക്ക് തുറക്കും, എത്ര മണിക്ക് അടയ്ക്കും? ഞങ്ങൾ രാവിലെ 7:30 സ്റ്റാർട്ട് ചെയ്യും. വൈകിട്ടൊരു 10:30 വരെ കസ്റ്റമേഴ്സ് ഉണ്ട്. അതെ, 12 മണിയാവും ഞങ്ങൾ അടച്ചിട്ട് പോകും. അപ്പൊ ഈ അൽഫാം BBQ എന്നൊക്കെ ഷവർമ എന്നൊക്കെ അതെല്ലാം ഊണിന് ശേഷം വൈകുന്നേരം 3 മണി മുതൽ ഒരു 3 മണി മുതൽ 10 മണി വരെ 10 മണി വരെയുണ്ട്. അപ്പോൾ വയർക്കുന്നത്തോട് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% ഗ്യാരണ്ടി ഇവിടെ വന്ന് ഇവിടുത്തെ ഫുഡ് കഴിക്കുക. ആ രുചിക്കൂട്ട് രഹസ്യം പറഞ്ഞ കാര്യത്തിലെന്ന് പറഞ്ഞു. രുചിക്കൂട്ടിന്റെ ആൾ ഇതാണ്. ആണോ? അമ്പിളി ചേച്ചിയാണോ? അമ്പിളി ചേച്ചിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഊണെല്ലാം തയ്യാറാക്കുന്ന ആള്. അപ്പൊ രുചിക്കൂട്ടിന്റെ നാടൻ ചക്കക്കുരു മാങ്ങയായിരുന്നു. അത് കഴിച്ചു, സൂപ്പർ. ചെമ്മീൻ കുട്ടി അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഗിരീഷേട്ടാ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ട്? ഇതല്ലാതെ സാറേ നമുക്ക് മേളില് നമ്മൾ AC റെസ്റ്റോറന്റ് ചെയ്തിട്ടുണ്ട്. അതേ സ്പേസ് തന്നെ നമുക്ക് മേളിൽ AC ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കാണിക്കാം. എന്തായാലും നമ്മൾ പ്രേക്ഷകരെ കാണിക്കാമോ? കാണിക്കാം. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ മേളിൽ എത്തിയിരിക്കുകയാണ്. ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വേണ്ടതെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ആണ്. കേട്ടോ, ഇഷ്ടം പോലെ പാർക്കിങ്ങിന് സ്പേസ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഇടയുണ്ട്. വർക്ക് നടക്കുന്നതേ ഉള്ളൂ. താഴത്തെ പോലെ തന്നെ അടിപൊളിയായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. ഇനി തുടങ്ങി കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ ഗിരീഷേട്ടാ. ഓക്കെ, ഞങ്ങൾ പ്രേക്ഷകർ വരുവേ. എന്നിരുന്നാലും ഒരുപാട് സന്തോഷം സാറേ. അപ്പോൾ ഇനിയും ഒരുപാട് ഉയർച്ചകളിലെത്തട്ടെ. പ്രേക്ഷകർ അടിപൊളിയല്ലേ? സൂപ്പർ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വിശപ്പ് മാറി, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞ് നല്ല സൂപ്പർ ഫുഡായിരുന്നു KG's. ഇത് മാത്രമല്ല, ഒരുപാട് ഷോപ്പുകൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇത് ചുമ്മാ തമാശ പറഞ്ഞൊന്നുമല്ല, കാര്യമായിട്ടോ. നമ്മൾ ഇനി അങ്ങോട്ട് പോവാം. അയർക്കുന്നം സന്തോഷമുള്ള ഒരു ഗ്രാമമാണോ? അതെ അതെ അതെ. അയർക്കുന്നത്തെ കുറിച്ച് 2 വാക്ക് പറയാമോ? അയർക്കുന്നം ഏറ്റവും നല്ല ഒരു ഗ്രാമമാണ്. നല്ല ജനങ്ങൾക്കെല്ലാം നല്ല ആർക്കും എല്ലാവർക്കും ഉപകാരമുള്ള ഒരു സ്ഥലമാണ്, നാടാണ്. ആർക്കും ഒരു ദോഷങ്ങളൊന്നുമില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ അയർക്കുന്നത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അതാണ് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ഈ പഴമക്കാർ പറയുന്ന പോലെ ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റത്തുള്ളൂ, അല്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമാണ് നമ്മുടെ ബലം. ആരോഗ്യമില്ലെങ്കിൽ എന്താ? ഇപ്പം ഈ കാലഘട്ടത്തിൽ നല്ല ഒരുപാട് അസുഖങ്ങൾ കാരണം വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ടെസ്റ്റ് ചെയ്താലേ അറിയത്തുള്ളൂ എന്തൊക്കെ അസുഖം നമുക്കുണ്ടെന്ന്. അങ്ങനെ ഒരു ലാബാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെയുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു ലാബ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 83 ബ്രാഞ്ചസ്, 83 ശാഖകളുള്ള ഒരു ലാബാണ് നിങ്ങളെ ഞാൻ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ആ ലാബ്, മൈക്രോ ലാബ് ലബോറട്ടറീസ് അയർക്കുന്നം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും. ഈ സ്ഥാപനവും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് അതിനകത്ത് കയറി കണ്ട് അവിടുത്തെ കാര്യങ്ങൾ അറിയുന്നല്ലേ. അപ്പൊ എന്തായാലും പോവാം, വാ. സാറേ നമസ്കാരം. നമസ്കാരം. എന്നോട് വിശേഷമൊക്കെ സുഖമായിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ സാറ്, ഇവിടുത്തെ മാനേജറാണ്. പേര്? എന്റെ പേര് അമൽ. അയർക്കുന്നംകാരൻ തന്നെയാണോ? അയർക്കുന്നല്ല, കിടങ്ങൂരാണ്. എന്നാലും നമ്മളിപ്പോ അയർക്കുന്നംകാരനായി. കാരണം ഇവിടുത്തെ ജനങ്ങൾ ഈ ലാബ് ഏറ്റെടുത്തു. അതെ അതെ. ഓക്കെ, എന്തെങ്കിലും പ്രിയ പ്രേക്ഷകരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ സാറ് പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ പ്രേക്ഷകരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് ഇവിടുത്തെ പറഞ്ഞു കൊടുക്കാവോ? പിന്നെ നമുക്ക് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ അങ്ങോട്ടുള്ള ഡിസ്ട്രിക്റ്റിലാണ്. പത്തനംതിട്ട അങ്ങോട്ടുള്ള ആ ഏരിയയിലാണ് നമ്മുടെ ലാബ് വരുന്നത്. നമ്മള് 2005 നമ്മുടെ മൈക്രോ ലാബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ അതെ. അപ്പം അത്രയും ഒരു തുടക്കം തൊട്ട് 2005 മുതൽ ഇത്രയും നല്ല രീതിയിൽ പേഷ്യൻസിന് കെയർ കൊടുത്ത് അവരുടെ ഒരു വിശ്വാസ്യത നമ്മളെ പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക്
വളരാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ 82ാമത്തെ ബ്രാഞ്ചാണ്. 82ാമത്തെ ടോട്ടൽ 83 ബ്രാഞ്ച് ഉണ്ട്. നമ്മളെ 82ാമത്തെ ബ്രാഞ്ചാണ്. 82ാമത്തെ ബ്രാഞ്ചാണ്. അപ്പൊ ഇനി ഒരുപാട് ബ്രാഞ്ചുകൾ വരും. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ എല്ലാവിധ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയാം. ശരിയാണ്? എല്ലാവിധ ടെസ്റ്റുകളും എല്ലാവിധം. അതെ അതെ, എല്ലാവിധ ടെസ്റ്റുകളും ഉണ്ട്. ആ ടെസ്റ്റുകളെല്ലാം നമുക്ക് എടുത്ത അന്ന് തന്നെ മിക്ക ടെസ്റ്റുകളും എല്ലാ ദിവസവും രാവിലെ എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ള റിസൾട്ട്. അല്ല, ചില ലാബിലൊക്കെ ചെല്ലുമ്പോഴേ ചിലപ്പോൾ ഡിലേ ആവും. നമുക്ക് അങ്ങനെയില്ല. നമുക്കിപ്പോ ഒരു ഷുഗർ എടുത്താൽ 1 മണിക്കൂറിനുള്ളിൽ ആ ഷുഗറിന്റെ റിസൾട്ട് ആവും. കാരണം നമ്മൾ ഇവിടെ തന്നെയാണ്, നമ്മുടെ 83 ലാബുകളിലും മിഷൻസ് എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് ആ സെന്ററിൽ തന്നെയുണ്ട്. നമ്മൾ ഒരിക്കലും കളക്ഷൻ സെന്റർ ആയിട്ട് ഒരു സെന്ററും ഇല്ല. നമ്മള് ബ്ലഡ് എടുക്കുക വേറെ സ്ഥലത്ത് കൊണ്ട് അങ്ങനെയില്ല. നമ്മൾ ഈ 83 ലാബിലും അവിടെ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അല്ല, ചില ലാബിലൊക്കെ വെളി കൊടുത്തിട്ടാണ് അതിന്റെ റിസൾട്ട്. ഇല്ല, നമുക്കിപ്പോ കാണാം. അത് നമുക്ക് മിഷൻ എല്ലാം നല്ല മിഷനും എല്ലാം കാര്യങ്ങളും എല്ലാം പ്രോപ്പർ ആയിട്ടാണ്. അപ്പൊ അമൽ സാറേ, ഇവിടെ മെയിൻ ആയിട്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ് ഉള്ളതെന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? പിന്നെ നമുക്ക് എല്ലാ ടെസ്റ്റുകളും ഉണ്ട്. കൗണ്ടുകള്, വൈറ്റമിൻ ഡി, വൈറ്റമിൻസിന്റെ ടെസ്റ്റുകള്, പിന്നെ കൊളസ്ട്രോളിന്റെ ഡീറ്റെയിൽഡ്, ലിവറിന്റെ ടെസ്റ്റ്, LFT, RFT, കിഡ്നിയുടെ ടെസ്റ്റുകള്, നമ്മുടെ ഒരു മനുഷ്യന്റെ ആളുടെ എല്ലാവിധ ടെസ്റ്റുകളും നമുക്ക് റേറ്റ് കുറവോടെ. അതാണ് നമ്മുടെ മെയിൻ. നോട്ട് ദ പോയിന്റ്, റേറ്റ് കുറവോടെ, നോർമൽ റേറ്റ്. നമുക്കിപ്പോ ഒരു ഷുഗർ നോക്കണമെങ്കിൽ 20 രൂപയുള്ളൂ. 20 രൂപയുള്ളൂ. ഒരു ഷുഗർ നമുക്ക് നോക്കണമെങ്കിൽ 20 രൂപയും അത് 1 മണിക്കൂറിനുള്ളിൽ ആ റിസൾട്ട് പേഷ്യന്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ലാബിലും. നമ്മളെ ഈ 83 ലാബിലും നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ ലാബിലും ഒരേ റേറ്റ്, ഒരേ ടൈം, റിസൾട്ട് കൊടുക്കുന്നതിന് ഒരേ ടൈം, എല്ലാം നമ്മളൊരു പഞ്ച്വാലിറ്റി ആയിട്ടാണ് നമ്മൾ ഈ 83 ലാബിലും പോണത്. ഇപ്പൊ ഷുഗർ കൊളസ്ട്രോളും നമുക്ക് നോക്കുന്നെങ്കിൽ, സാധാ ഷുഗർ കൊളസ്ട്രോളും നോക്കുന്നതിന് നമ്മുടെ ഇവിടെ 60 രൂപയുള്ളൂ. 20 രൂപ ഷുഗർ, 40 രൂപ കൊളസ്ട്രോൾ. അത്രേ ഉള്ളൂ. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എപ്പോഴും ഷുഗർ കൊളസ്ട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവരെ ഒരിക്കലും നമ്മള് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഒരു പ്രൈസ് നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. മൈക്രോ ലാബിന്റെ എല്ലാ സ്ഥാപനത്തിലും അങ്ങനെ തന്നെ. ഇവരുടെ സർവീസ് ആണ് ഏറ്റവും ഹൈലൈറ്റ്. റേറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. അതായത് മൈക്രോ ലാബിന്റെ 83 ബ്രാഞ്ചസിലും ഇത് തന്നെയാണ്. നമുക്ക് ഇനി അകത്ത് പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരെ എല്ലാവരും കാണും. അപ്പൊ അമൽ സാറേ, ഞാൻ കയറി വന്നപ്പോഴേ ശ്രദ്ധിച്ചത് ഇതാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇതെന്തോ സംഭവം? ഇത് നമ്മുടെ ഹെഡ് ഓഫീസാണ്. ഹെഡ് ഓഫീസ് കോഴഞ്ചേരിയിലുള്ള നമ്മുടെ ഹെഡ് ഓഫീസാണ്. അത് നമ്മളെ ഒരു ദിവസം നമുക്ക് 1 ലക്ഷം സാമ്പിള് നമ്മളെ ഈ ഹെഡ് ഓഫീസിൽ റൺ ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ കളക്ഷൻ ഏരിയ. ഇവിടെയാണ് നമ്മൾ ഒരു പേഷ്യന്റിന് വരുമ്പോൾ എങ്ങനെയാണ് അവരൊരു നീറ്റ്നെസ് ഉണ്ടല്ലോ, വൃത്തി. അതാണ് മെയിൻ. അടുത്തായിട്ട് നമുക്ക് ലാബോറട്ടറി സെക്ഷൻ കാണാം. ഇതാണ് നമ്മുടെ ഫുള്ളി ഓട്ടോമേറ്റഡ് ലാബ്. വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ. ഇത് വർക്കിംഗ് ആണ്. അപ്പം മെഷീനിൽ സാമ്പിള് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാകുമ്പം ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീനാണ്. ഇതിനകത്ത് നമുക്ക് ഇപ്പം ഒരേ സമയം 100ഓളം സാമ്പിൾ ഒറ്റ അടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരേ സമയം 100ഓളം സാമ്പിള് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതെ. അപ്പം അതാണ് നമ്മുടെ ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീൻ. പിന്നെ നമുക്കുള്ള മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് സെമി ഓട്ടോമേറ്റഡ് മെഷീൻ ഉണ്ട്. അതായത് നമുക്ക് ഫുള്ളിയിൽ കൊടുത്തിട്ട് എന്തെങ്കിലും വേരിയേഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മളത് സെമിയിലൂടെ കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടേ നമ്മൾ പേഷ്യന്റിന് അത് റിസൾട്ട് ഔട്ട് ചെയ്യും. കാരണം കൊടുത്ത് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് വേറെ സോഡിയം ഇലക്ട്രോലൈറ്റ്സിന്റെ മെഷീൻ ഉണ്ട്. പിന്നെ കൗണ്ടുകളുടെ മെഷീൻ. ഇത്ര മെഷീനൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്. അതാണ് മൈക്രോ ലാബ് ലബോറട്ടറീസ് അയർക്കുന്നം. അപ്പൊ സാറേ, അതുപോലെ നമുക്ക് ഇവിടെ ഈ ഫ്രീ ഹോം കളക്ഷൻ ഇല്ലേ, അതിനെ കുറിച്ചൊന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാമോ? നമുക്കിവിടെ ഫ്രീ ഹോം കളക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ലാബിൽ വന്നെടുക്കുന്ന സെയിം റേറ്റേ ഉള്ളൂ നമ്മൾ വീട്ടിൽ വന്നെടുക്കും. അതായത് ലാബിലേക്ക് വരാൻ പറ്റാത്ത പ്രായമായവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നമ്മുടെ ലാബിന്റെ വക ഒരു സഹായം എന്ന രീതിയിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രീ ഹോം കളക്ഷൻ ആണ്. ഇത് നമ്മുടെ ഒരു പാക്കേജ് ആണ്. അതായത് പാക്കേജ്, അതെ, നമ്മള് ഇത്രയും ടെസ്റ്റുകൾക്ക് നമ്മൾ 40% ഡിസ്കൗണ്ട് കൊടുത്തോണ്ടുള്ള ഒരു പാക്കേജ് ആണ്. ഇപ്പം 5880 രൂപയുടെ ടെസ്റ്റ് നമ്മൾ 3300 രൂപയ്ക്ക് ചെയ്യുന്നു. ഇവിടെ വരുമ്പോൾ 2450 രൂപയുടെ ടെസ്റ്റ് 1600 രൂപയ്ക്ക് ചെയ്യുന്നു.
1850 1350. അതുപോലെ ഇവിടുത്തെ ഇതുണ്ട്, വൃത്തിയുള്ള വാഷ്റൂം ഉണ്ട്, പിന്നെ നമുക്ക് പ്രത്യേകം ECG റൂം ഉണ്ട്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. ബാക്കി ബ്രാഞ്ചസിലെല്ലാം ഞങ്ങളും പ്രേക്ഷകർ കൂടെ പോകുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. ഈ വലിയൊരു ലാഭമായിട്ട് കാണുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഒരുപാട് പൈസ ആവില്ല ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ. ഇല്ല, വളരെ നോർമൽ റേറ്റിൽ നമ്മൾ സാധാരണക്കാർക്ക് വരാൻ പറ്റുന്ന ഒരു ലാഭമാണിത്. അപ്പം ഒരുപാട് സന്തോഷം. യാത്രകൾ തുടരുകയാണ്. അപ്പൊ കൂട്ടുകാരെ, അയർക്കുന്നം ജംഗ്ഷനിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ സമ്മാനം കൊടുക്കാൻ പോകുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ടാസ്ക് എന്താണെങ്കിലും കൊടുക്കണമല്ലോ. ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ വള്ളം. അത് എത്ര പെട്ടെന്ന് ആദ്യം ആരുണ്ടാക്കി തരുന്നു, പക്ഷെ അതിനകത്ത് ഉണ്ടാക്കി തരുന്നതിനകത്തല്ല, ഏറ്റവും മനോഹരമായ വള്ളമായിരിക്കണം. അവർക്ക് നമ്മൾ സിദ്ദീസ് ഗോൾഡ് നൽകുന്ന മനോഹരമായ 1.5 ആഴ്ച പലചരക്കടയിൽ പോകേണ്ട ചേട്ടായിമാരെ, അതിനുള്ള സമ്മാനം നമ്മൾ നിങ്ങൾക്ക് തരും. നിങ്ങൾക്കല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ആദ്യം മനോഹര വള്ളം ഉണ്ടാക്കുന്ന ആൾ. അപ്പൊ എന്തായാലും ഇവിടെ മത്സരിക്കാൻ വന്ന നമ്മുടെ ചേട്ടായിമാരെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവരുടെ പേര് വെച്ച് പരിചയപ്പെടാം അല്ലേ? സണ്ണി ചായൻ, മനോജ്, മനോജേട്ടൻ, സണ്ണി ജേക്കബ്, അഖിൽ, വിനോദ്. ഇവരെല്ലാം ഇവിടുത്തെ താരങ്ങളാണ്. അപ്പൊ നമുക്ക് മത്സരം തുടങ്ങാം. ഒരു മിനിറ്റ്, 1 2 3 സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളം ഉണ്ടാക്കുവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. സണ്ണിച്ചായൻ, മനോജേട്ടൻ, സണ്ണിച്ചായൻ, ഗോപിച്ചായൻ. ഇതിന് വിധി പറയുന്നത് വെളിയിൽ നിന്നുള്ള ആളായിരിക്കുമോ? ഞാനല്ല, അമ്മ പറയല്ലേ ഇതിനകത്ത് ഏറ്റവും നല്ല വള്ളം. അമ്മ പറയാമേ, ഇതിനകത്ത് ഏറ്റവും നല്ല വള്ളം ഉണ്ടാക്കിയിരിക്കുന്ന ആരാണ്? അയ്യോ, അമ്മ പങ്കെടുക്കുന്നായിരുന്നോ? സണ്ണിച്ചായ ആദ്യം ഗോപിച്ചായൻ ഒരു വള്ളം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ വള്ളം ഇടിച്ചാണോ? എവിടെയെങ്കിലും പോയി ഇടിച്ചാണോ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ചേട്ടായിമാരെല്ലാം വള്ളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ആദ്യം ഏറ്റവും വൃത്തിയുള്ള വള്ളം ഉണ്ടാക്കിയത് നമ്മുടെ ബഹുജാനാണ്. അപ്പൊ സമ്മാനം എന്തിരുന്നാലും ആരും പിണക്കമൊന്നും ചെയ്യരുത്. ഒരു പിണക്കവും ഇല്ല. അയർക്കുന്നത്തെ പിണക്കമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ആണോ? ഒന്ന് കൈയടിച്ച്, അയർക്കുന്നതിന് ഒന്ന് കൈയടിച്ച്. അടിപൊളി അയർക്കുന്നു. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, പ്രേക്ഷകരെ, നമ്മൾ ബോവിച്ചാന് സമ്മാനം കൊടുക്കാൻ പോവാണ്. ഈ സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ സിദ്ദീസ് ഗോൾഡ് അയർക്കുന്നമാണ്. ഓൾ കേരള ലെവലിൽ അത് ആരുടെ സ്വർണം ഏത് ബാങ്കിൽ പണയം ഇരിക്കുന്നതാണെങ്കിലും അത് ഉയർന്ന നിലയിൽ, അത് ഉയർന്ന വിലയിൽ അത് മേടിക്കുവാനും വിൽക്കുവാനും സിദ്ദീസ് ഗോൾഡ് അയർക്കുന്ന നിങ്ങളെ സഹായിക്കുന്നതാണ്. അതും പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടിയാണ് കേട്ടോ. അപ്പം ബോവിച്ചാന് നമ്മള് 1.5 ആഴ്ചത്തേക്ക് ഇനി ബോവിച്ചാന് പലചരക്കടെ പോകേണ്ടി വരത്തില്ല. ബോവിച്ചായ പിടിച്ചോ, സിദ്ദീസ് ഗോൾഡ് നൽകുക. അയർക്കുന്നം മൊത്തത്തിൽ ഒരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയെ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അതായത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും. ആ സമയം വന്ന ഒരു അതിഥി തൊഴിലാളിയാണ്, നമ്മുടെ ഒരു സുഹൃത്താണ്, നമ്മുടെ ചങ്കാണ്. അയർക്കുന്നം കൈസായ കുഴപ്പമില്ല, അടിപൊളി. ഇത്ര സാൽ ഇതർ ഇവിടെ വർഷങ്ങളായി. ഞാൻ ഹിന്ദി പുള്ളിക്കോട്ട് മലയാളം പറയുന്നു. അടിപൊളി. മലയാളം ഹിന്ദി തമ്മിലുള്ള ഒരു കൂട്ടിമുട്ടലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ചേട്ടന്റെ പേര്? എന്റെ പേര് സന്തോഷം. സന്തോഷേട്ട, സന്തോഷമാണോ? അതെ, ആണോ? നല്ല സന്തോഷം. ഒരു 56 വയസ്സായി ഇവിടെ താമസിക്കാൻ തുടങ്ങി. ഇവിടെ ആണെങ്കിൽ വൈകുന്നേരം പോകണമെങ്കിൽ വണ്ടിയുടെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. മണനാട് തൊട്ട് വീതി വരെ വന്നിട്ടുള്ള ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ആണ് അവിടെ പ്രസിഡന്റ് മെമ്പർമാരെല്ലാം നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു നോക്ക്. എപ്പോഴും തിരക്കുണ്ടോ? തിരക്കുണ്ട്. കച്ചവടം കാര്യങ്ങളൊക്കെ നല്ലപോലെ പോകുന്നു. എല്ലാം കൊണ്ടും മനോഹരമായ നാടാണ് നമ്മുടെ വിനോദേട്ടൻ. വിനോദത്തോടു കൂടി പറയുന്നത് അല്ലാതെ ഒരു കുഴപ്പമില്ല. അപ്പം ഇത് നമ്മുടെ ഇതിന്റെ ഓണർ അല്ലേ, ഇതിന്റെ മുതലാളി, ഇതിന്റെ സാരഥി ഇവിടെ ഉണ്ട്. സാറേ, എന്താ പേര്? ബിജി. അപ്പൊ ബീച്ചേട്ടനാണ് ഈ കടയുടെ ഓണർ. പഴക്കലക്കാരൻ. അപ്പം ബീച്ചേട്ടാ, എങ്ങനെയുണ്ട് അയർക്കുന്നം? സൂപ്പറാ. അടിപൊളിയാ. എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? 20 വർഷമായി. അടിപൊളി. അപ്പൊ അയർക്കുന്നതിന്റെ മനസ്സും എല്ലാം അറിയാവുന്ന ആൾക്കാരാണ് ബീച്ചേട്ടനും വിനോദേട്ടനും ഒക്കെ. പെട്ടെന്ന് തന്നെ സംഭവം ഇവിടെ എല്ലാവരും സ്വയമേ കഴിയുന്ന സ്ഥലമാണ്. പിന്നെ എല്ലാവിധ സഹകരണം, എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ യാത്രക്കിടയിൽ നമുക്ക് വീണ്ടും ഒരു പഞ്ചായത്ത് മെമ്പറെ കിട്ടിയിരിക്കുകയാണ്. പരിചയപ്പെടാം, ഇവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ ചോദിക്കാം. മെമ്പറെ നമസ്കാരം. നമസ്കാരം. എന്തോ പേര്? എന്റെ പേര് മഞ്ജു സുരേഷ്. അയർക്കുന്നം എങ്ങനെയുണ്ട് മെമ്പറെ? അയർക്കുന്നം പൊതുവെ ഒരു നല്ല പ്രദേശമാണ്. കാരണം ഇപ്പം വികസനം വന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അപ്പം തിരുവഞ്ചൂര്, ഞാനിപ്പം ജയിച്ച വാർഡെന്ന് പറഞ്ഞ തിരുവഞ്ചൂര് 15-ാം വാർഡാണ്.
ഇപ്പോൾ വാർഡൊക്കെയാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് വികസനം ചെയ്യാൻ സാധിക്കും. ഇവിടെ UDF ആണ് ഭരിക്കുന്നത്. പക്ഷെ ഞാൻ BJPയുടെ മെമ്പറാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന പഞ്ചായത്ത് വിഹിതം എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നുണ്ട്. ആ കൂടെ 2 ഉള്ളിവട കട തിരക്കാണ്. അതിനിടയ്ക്ക് നമ്മൾ ശല്യപ്പെടുത്തുവാണോ എന്ന് സംശയമില്ല. കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. എന്താ ചേട്ടായുടെ പേര്? മുരുകൻ. മുരുകൻ, വേൽ മുരുക. അപ്പം എത്ര നാളായി കട ആരംഭിച്ചത്? ഞാൻ അവിടെ വന്ന് 2 വർഷമായി. 2.5 വർഷമായി. അപ്പൊ ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു ചങ്കിനെ കണ്ടു, പരിചയപ്പെടാം. എന്നാണ് വിശേഷം? സുഖം. എന്തോ പേര്? എന്റെ ഒരു അഖിൽ. അഖിൽ, ജോലിയാണോ? ഞാനൊരു ജോലി ചെയ്യുവാണ്. ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൂപ്പർവൈസറാണ്. അപ്പം ഈ അയർക്കുന്നതിനെ കുറിച്ച് സൂപ്പർവൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും അയർക്കുന്നം? എങ്ങനെയുണ്ട് അയർക്കുന്നം? അയർക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർക്കുന്നക്കാർ വളരെ സ്നേഹവും ഉള്ള ആൾക്കാരാണ്. അതാണ് ഇവിടെ വരുമ്പോ തൊട്ട് എല്ലാരും പറഞ്ഞ ഇതാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. അതെ, എല്ലാം കൊണ്ടും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാടുള്ള സ്ഥലമാണ്. നല്ല നല്ല ആൾക്കാരാണ്. എങ്ങനെയുണ്ട്? ഓട്ടം വലിയ കുഴപ്പമില്ല എന്ന് പറയാനുള്ളൂ. പക്ഷെ എന്നാലും വലിയ തെറ്റൊന്നും ഇല്ല. ചേട്ടാ എന്തോ പേര്? എന്റെ പേര് ഷാജുമോൻ. ഷാജുമോൻ. എന്നിട്ട് വലിയ ആളുള്ള മോൻ? പക്ഷേ മോനുണ്ട്. പിന്നെ അയർക്കുന്നക്കാരനാണ്. ഓക്കെ, ഇവിടെ ഓട്ടോ ഓടിക്കുകയാണ്. ഓക്കെ, മണിച്ചേട്ടൻ ഇഷ്ടമാണോ? ചോദിക്കാൻ കാരണം മണിച്ചേട്ടനും ഓട്ടോ ഫീൽഡിൽ തോന്നിയ ആളാവേണ്ടി ചോദിക്കാം. അയർക്കുന്നത്തെ കുറിച്ച് 2 വാക്ക്. കുറിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയയിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ അച്ചായും ഗോൾഡിന്റെ വീടിന്റെ അടുത്താണിത്. ഗോൾഡിന്റെ വീടിനടുത്തായത്. താമസിക്കുന്നു. ആ വീടുമായിട്ട് നല്ല പരിചയമുണ്ട്, അടുപ്പമുണ്ട്. അങ്ങനെയൊക്കെ നല്ല ഒരു സ്ഥലമാണ് അയർക്കുന്നം. അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അയർക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വികസിക്കാൻ വലിയ പാടുള്ള കാര്യമാണ്. ഇവിടെ ചില സ്വാർത്ഥ താല്പര്യ വ്യക്തികളുടെ സ്വകാര്യതയാണ് ഇവിടെ കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് 53 വർഷമായിട്ട് വികസനം രാജ്യത്തെങ്ങും ഇല്ലാത്ത കുറച്ച് ബാങ്കുകൾ വന്നിട്ടുണ്ട്. നാഷണലൈസ്ഡ് ബാങ്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ഒരു വികസനം. പിന്നെ ഒരു വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബേക്കറികളിവിടെ വന്നിട്ടുണ്ട്. ബേക്കറി വന്നു. പിന്നെ ഉള്ള വികസനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മെഡിക്കൽ സ്റ്റോറുകളെല്ലാം വന്നിട്ടുണ്ട് ഇവിടെ. അതാണ് വേറൊരു വികസനം. പിന്നെ അവസാനമായിട്ടൊരു വികസനം വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സ്റ്റാച്യു അതായത് ആണെങ്കിലും പെണ്ണുങ്ങളും എല്ലാം ഇതിനകത്ത് ഇങ്ങനെ കുത്തിവെക്കുകയല്ലേ, അങ്ങനെ ഒരു വികസനം ഇവിടെ വന്നിട്ടുണ്ട്. ഇതല്ലാതെ ഇവിടെ വേറെ വികസനം ഒന്നും വന്നിട്ടില്ല. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ അയർക്കുന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടുത്തെ ആൾക്കാരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ കേട്ട് ഇങ്ങനെ പോവുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ അയർക്കുന്ന കാഴ്ചകളുടെ പാർട്ട് 3 നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ കുസൃതി ചോദ്യങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിദ്ധി സ്കൂളിലാണ്. ഒരുപാട് നന്ദി സിദ്ധി സ്കൂൾ അയർക്കുന്നം. പിന്നെ സിദ്ധി സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, എന്നാലും ഒന്നുകൂടെ പറയാം. ഓൾ കേരള ലെവലിൽ ആരുടെ സ്വർണം, അത് ഏത് ബാങ്കിൽ പണയം ഇരിക്കുന്നതും അല്ലാത്തതും ആയിക്കോട്ടെ, എവിടെ കിട്ടുന്നതിലും ഏറ്റവും ഉയർന്ന നിരക്കിൽ അത് എടുക്കുവാൻ നിങ്ങളെ സിദ്ധി ഗോൾഡ് സഹായിക്കുന്നതാണ്. അതും പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലഘട്ടം കൊണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 12 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിശ്വസ്തത സിദ്ധി ഗോൾഡിൽ പിടിച്ചു പറ്റുക എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സിദ്ധി ഗോൾഡുമായിട്ട് ബന്ധപ്പെടേണ്ട കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്നതാണ്. അപ്പം ഒരുപാട് സന്തോഷം. യാത്രകൾ തീരുന്നില്ല.